ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ആദ്യത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുതായിട്ടൊരു ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ല, നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒട്ടും ഗ്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ല മോട്ടിവേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ തുടർന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, അപ്പം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ, ആദ്യമായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്ത് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യും, എന്തിനു വേണ്ടി ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം, എനിക്ക് എന്താണ് അറിയാവുന്നത്, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പിന്നെ എങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് യൂട്യൂബർ ആക്കണം, യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എനിക്കൊന്നിനെ കുറിച്ച് അങ്ങോട്ട് പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, അപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഒരു യൂട്യൂബർ ആകണം. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം ടീച്ചിങ് നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മേഖലയാണോ കൈകാര്യം ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു രീതിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചിങ് സ്കിൽ ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും? അപ്പൊ അവിടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പറ്റുമോ ഇല്ലയോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാര്യം പഠിച്ചതിന് ശേഷം ഇത് ഓൾറെഡി അറിയാവുന്ന ഒരാള് മറ്റൊരാൾക്ക് പറഞ്ഞ് ടീച്ച് ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യം പഠിച്ച് നിങ്ങൾക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? പക്ഷേ അവിടെ വേണ്ടത് കോൺഫിഡൻസ് ആണ്. എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാനിത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളവർക്ക് ഈ പരിപാടി പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നല്ല അറിവില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പഠിച്ചതിന് ശേഷം ഏറ്റവും മനോഹരമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യാൻ എനിക്കത് പറ്റില്ല, കഴിവില്ല എന്ന് പറയുന്നവര് ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ പഠിക്കുക, പഠിച്ചതിന് ശേഷം പഠിപ്പിക്കുക. അപ്പോൾ ഒരുമാതിരിപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും പഠിച്ചു വന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ല യൂട്യൂബിൽ വയറ്റി നോക്കുന്നത്. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അവർ പഠിക്കും. പഠിച്ചിട്ട് യൂട്യൂബ് വീഡിയോകൾക്ക് വേണ്ടി അവർ അതിനെ നല്ലവണ്ണം വർക്കൗട്ട് ചെയ്തിട്ട് അതിനെ അവതരിപ്പിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അറിയത്തില്ല, പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കുക. അതിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കരയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇറങ്ങുക, അത് ചെയ്യുക. പരാജയമാണെങ്കിൽ പോട്ടെന്ന് വെക്കുക, കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ₹1 പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പൈസ കൊടുക്കണ്ട, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അക്കൗണ്ട് ഉണ്ടാക്കാൻ പൈസ കൊടുക്കണ്ട. അപ്പോൾ ഒരു ഫ്ലാറ്റോ നമുക്ക് കിട്ടാനായിട്ട് ₹1 പോലും ചെലവില്ല. പക്ഷേ അവിടെയുള്ള അക്സസറീസ്, അവിടെ നമ്മൾ ഈ വർക്ക് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റും നമുക്ക് ഇവിടെ കട്ട് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വീഡിയോ ഇടുമ്പോൾ. കാരണം മുമ്പൊക്കെ ഒരു 2023, 24 അല്ലെങ്കിൽ 2022, 23, 24 ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റിന് ഭയങ്കര ക്വാളിറ്റി വേണം, ഹൈ ക്വാളിറ്റിയുള്ള ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം, നല്ല മൈക്ക് വേണം, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയായിട്ടൂടെ യൂട്യൂബ് മാറിയിരുന്നു. കാരണം അന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോകൾ ആളുകൾ കാണും എന്നൊക്കെ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായിരുന്നു. ചിന്താഗതിയല്ല, ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഓരോ സമയത്ത് ഓരോ ട്രെൻഡുകൾ ഇങ്ങനെ വരുമല്ലോ. പക്ഷേ എനിക്ക് തോന്നി 2024 അവസാന ഭാഗം ആയ സമയത്തേക്ക് ആ ഒരു കാര്യം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് തന്നെ നമുക്ക് വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് വൈറലാക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, ഫോണിന്റെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് മില്യൺസ് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയവരുണ്ട്. അപ്പം അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം എത്ര വർഷം, 10-11 വർഷമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാനൊരു DSLR വാങ്ങിയിട്ട് ഏകദേശം 7-8 വർഷം മുമ്പ് DSLR വാങ്ങി. അതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ എനിക്ക് 2-3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്റെ ഫസ്റ്റ് ചാനൽ ഉണ്ടാക്കിയത് ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അന്നത്തെ ഫോണിന്റെ ക്വാളിറ്റി അറിയാമല്ലോ. അന്നത്തെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഫോണാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയതും യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്തത്. അതിനുശേഷം പിന്നാണ് ഞാൻ 2-3 വർഷത്തിന് ശേഷമാണ് ഒരുമാതിരി യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കൊണ്ടാണ് ഞാൻ ഒരു ക്യാമറ വാങ്ങി. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് റിംഗ് ലൈറ്റ് ആണ്. ഞാൻ ലൈറ്റ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത് വാങ്ങിയിട്ട് എനിക്കൊന്ന് 5-6 വർഷമായി. പിന്നെ ഞാൻ യൂട്യൂബിന് വേണ്ടി അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒരുമാതിരി നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് പല കാര്യങ്ങൾ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് തന്നെ പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിന് ആവശ്യമുള്ള അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾ
എനിക്ക് പ്രൊമോഷനിലൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇപ്പം മൈക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അക്സസറീസ് ഉണ്ടല്ലോ, ചെറിയ ലൈറ്റുകൾ, ചെറിയ ട്രൈപോഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊമോഷന്റെ ത്രൂ ആണ് പിന്നെ വന്നത്. അതായത് നമ്മളൊരു വർക്ക് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഇടുന്ന കോണ്ടന്റുകൾ ഏത് കാറ്റഗറി ആണോ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻസ് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതുപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ചുള്ള പ്രൊമോഷൻസ് ആണ് കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് എന്റെ കയ്യിൽ നിന്നിട്ട് പൈസ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഒരു ലാപ്ടോപ്പ്, ഞാൻ ആദ്യം തൊട്ട് ലെനോവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ലാപ്ടോപ്പാണ്, ഒരു ലിനോവോ ലീജിയൻ എന്നാണ് പറയുന്ന ഒരു ലാപ്ടോപ്പ്. അത് 1,00,000 രൂപയുടെ അടുത്തുള്ള ലാപ്ടോപ്പാണ്. 7 വർഷം മുമ്പ് വാങ്ങി. ആ ലാപ്ടോപ്പാണ് ഞാൻ ഈ കഴിഞ്ഞ മാസം വരെ ഉപയോഗിച്ചത്, ഡിസംബർ വരെ. നവംബറിലാണ് ഞാൻ ഈ ഒരു മാക്ബുക്ക് പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ 11 വർഷത്തിന് ശേഷമാണ് ഞാനൊരു അപ്ഗ്രേഡ് എന്റെ യൂട്യൂബ് സെറ്റപ്പിന് വേണ്ടി ഒരുമാതിരി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു അപ്ഗ്രേഡ് നടത്തിയത്. മനസ്സിലായി? അപ്പം ഇത്രയും കാലം ഞാൻ ഈ യൂട്യൂബ് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോയി. യൂട്യൂബ് ആദ്യം ജോലി ഉണ്ടായിരുന്നു, ഞാൻ ജോലി കളഞ്ഞു. പിന്നെ 3-4 വർഷമായിട്ട് യൂട്യൂബിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കിയതൊക്കെ തന്നെ ഈ ഒരു ചെറിയ DSLR, ഈ ഒരു റിംഗ് ലൈറ്റും ഒരു ലാപ്ടോപ്പും, 5-8 വർഷം പഴക്കമുള്ള ഒരു ലാപ്ടോപ്പും വെച്ചിട്ടാണ് ഞാൻ ഏൺ ചെയ്തത്. മനസ്സിലായി? അപ്പൊ ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെയൊക്കെ ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ. ഇപ്പൊ ഒരു ഫോൺ, ഈ ഒരു ഫോൺ മാത്രമല്ല, ഞാൻ പല വീഡിയോകൾ ഇപ്പോഴും എന്റെ ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടോ DSLR ഉപയോഗിച്ചുകൊണ്ടോ അല്ല. പല പ്രൊമോഷൻ വീഡിയോകൾ, വലിയ വലിയ കമ്പനിയുടെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഞാൻ ഏറ്റവും ലോക്കൽ ഫോണിൽ നിന്നായിരിക്കും അത് ഷൂട്ട് ചെയ്തത്. പക്ഷെങ്കിൽ ഞാൻ അതിൽ കുറച്ച് കളർ ഗ്രേഡിങ്ങും കുറച്ച് അത് എന്നെ കൊണ്ട് അതിന്റെ എടുക്കുന്ന ഷോട്ടുകളൊക്കെ കുറച്ച് DSLR പോലെ തോന്നിക്കുന്ന രീതിയിലൊക്കെ ഞാൻ അതിനെ മാനേജ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോകൾ സെറ്റ് ആക്കുന്നത്. അപ്പൊ നമ്മുടെ എഡിറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിന്റെ സ്കില്ലുണ്ടെങ്കിൽ അതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ നമ്മുടെ കുറവുകളെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ പ്രൊമോഷൻസ് കിട്ടും, നമ്മുടെ യൂട്യൂബിൽ വീഡിയോകൾ കാണാൻ ആളും ഉണ്ടാവും. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താതെയും ഇന്ന് ഈ ഒരു സമയത്ത് നമുക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ഓർത്തിട്ട് പേടിക്കേണ്ട. ഒരുമാതിരി നല്ല രീതിയിൽ നിങ്ങൾ എഡിറ്റിംഗും അതേപോലെ വീഡിയോ റെക്കോർഡിങ്ങിന്റെ ഒരു സ്കില്ലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാനായിട്ട് വരും. യൂട്യൂബിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. കാരണം അതിൽ ആർക്കും സംശയം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ 11 വർഷം മുമ്പ് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്റെ മൈൻഡിലുള്ള ഒരു ചിന്ത യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമോ എന്നായിരുന്നു. പക്ഷേ ഈ 11 വർഷം കഴിഞ്ഞിട്ടും അന്നത്തേനേക്കാൾ കൂടുതൽ പൈസ ഇന്ന് യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും എന്നുള്ളതിന്റെ കാര്യത്തിൽ വലിയ സംശയമൊന്നും എനിക്കില്ല. പറയാൻ പറ്റുന്നില്ല. പിന്നെ ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റും. എന്തായാലും യൂട്യൂബ് തുടങ്ങുന്നത് ഒരിക്കലും ആർക്കും ഒരു നഷ്ടമായിട്ട് മാറും. കാരണം ഇൻവെസ്റ്റ്മെന്റിന്റെ പരിപാടി ഒഴിച്ചു നിർത്തിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നല്ല കണ്ടന്റുകൾ ഇട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പച്ച പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആരോടും ആദ്യം വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലെവലിൽ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അത് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബെറ്റിംഗ്, ഗാംബ്ലിങ്ങിലൊക്കെ കളിക്കുന്ന ഒരു കളിയായിട്ട് മാറും യൂട്യൂബ്. ഈ കഴിഞ്ഞത് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. പുള്ളിക്കാരി കുറെ പൈസ യൂട്യൂബിന് വേണ്ടി ചെലവാക്കി. കുറെ നല്ല ക്യാമറകൾ, ട്രൈപോഡ്സ്, അതേപോലെ തന്നെ ലാപ്ടോപ്സ്, ഇതെല്ലാം കുറെ പൈസ മുടക്കി, എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് വാങ്ങി. പക്ഷെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ വ്യൂ ഇല്ല. കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് മൊത്തം വേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പുള്ളിക്കാരി. അപ്പൊ അത് എങ്ങനെയെങ്കിലും സെല് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ അത് എവിടെ സെയിൽ ചെയ്ത് കൊടുക്കാനാണ്, നമുക്ക് സെയിലിങ്ങിന്റെ പരിപാടി ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ ആദ്യമേ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ആദ്യമേ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഉറപ്പാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം എടുക്കാൻ പറ്റുമെന്നൊരു തോന്നൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളുക, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ലാപ്ടോപ്പോ ക്യാമറ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അത് തന്നെയല്ല, പുതുതായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരെ യൂട്യൂബ് ഒരു പരിധി വരെ സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ യൂട്യൂബിന്റെ ഒക്കെ ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആപ്പിന്റെ ഹോം പേജിലൊക്കെ, ഇപ്പം പേഴ്സണലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ ഹോം പേജിലൊക്കെ കുറേ അധികം പുതിയ പുതിയ ചാനലുകൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ ചാനലുകളൊന്നും ഞാൻ കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. ഇതിലൊക്കെ തന്നെ 1000, 1500, 2000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ചാനലുകളാണ്. ഈ ചാനലുകളൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം യൂട്യൂബിന് പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരണം, എന്നെങ്കിലേ അവർക്കും കൂടുതൽ പൈസയാണ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായില്ല? ഇത് ബിസിനസ്സാണ്, യൂട്യൂബിനും ബിസിനസ്സാണ്, അതേപോലെ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കും അതൊരു ബിസിനസ് തന്നെയാണ്. അല്ല, ആ ഒരു മൈൻഡിൽ കണ്ടെങ്കിലേ നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിസിനസ് അല്ല എന്നൊരു തോന്നൽ നമുക്ക് എപ്പോൾ വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടത്തില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി നിർത്തും. ഇപ്പൊ ഞാൻ അടക്കം എല്ലാ ക്രിയേറ്റേഴ്സും അങ്ങനെ ഇത് പരിപാടി നടത്തും. കാരണം ഇതിൽ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യേണ്ട, കുറെ സ്ട്രെസ് എടുക്കേണ്ട, കുറച്ചധികം ബുദ്ധിമുട്ടിന്റെ ഒരു പരിപാടിയാണ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ഇതിനു വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്കിൽ. അതിനുശേഷം ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വലിച്ചിട്ട് എഴുതി വെച്ചിരിക്കുകയല്ല. മെയിൻ പോയിന്റ്സ് ഒരു 4-5 പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ പോയിന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്, ChatGPT നോക്കാറുണ്ട്. അങ്ങനെ പലയിടത്തു നിന്ന് കളക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ചിലപ്പം നമ്മുടെ ഐഡിയക്കുള്ള ഒരു വീഡിയോ ആക്കി മാറ്റും. അപ്പം ഇതിന്റെ പുറകിൽ കുറച്ച് വർക്ക് ഉണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെങ്കിൽ ഇത് ചെയ്ത് ഇവിടെ നമുക്കൊന്ന്
സ്റ്റാൻഡ് പിടിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണക്ഷൻ നമ്മുടെ ഓഡിയൻസുമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. 2025 നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്തോളൂ, നാളത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം പിന്നെ ചിലപ്പോൾ നടന്നു വരത്തില്ല. അപ്പോൾ ഇന്ന് തന്നെ അത് ക്രിയേറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഡെയിലി കണ്ടന്റുകൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെറുപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അൾട്ടർനേറ്റ് ഡേ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, 3 മിനിറ്റ്സ് വരെയുള്ള വെർട്ടിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് അതാണ് പറയാനുള്ളത്. പേഴ്സണലി എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുള്ള കാര്യമാണ്, ഈ ചേട്ടാ യൂട്യൂബ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെ ചാനൽ ക്രിയേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നത്, എന്ത് സംശയം ചോദിച്ചാലും ഞാൻ ആ സംശയത്തിനുള്ള മറുപടി എൻ്റെ ചാനലിൽ യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. കാരണം ഓൾറെഡി നമ്മളത് വീണ്ടും പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മളത് ചെയ്തിട്ടുണ്ട്. ഏകദേശം 400ഓളം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം യൂട്യൂബുമായി ബന്ധപ്പെട്ട യൂട്യൂബിന്റെ പോളിസീസ്, അപ്ഡേറ്റ്സ്, ടിപ്സ്, ട്രിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു പിടിയും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ തന്നെ ഒന്ന് റെഫർ ചെയ്തോളുക. എൻ്റെ ചാനൽ ഞാൻ ഒരുപാട് വീഡിയോകൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. യൂട്യൂബിന്റെ പോളിസീസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട്. ഈ മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളെ അതും ഇതൊക്കെ പറയും, നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഈ ക്യാമറ നോക്കിയിട്ട് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ, ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ പലയിടത്തുനിന്നും കേൾക്കുന്നുണ്ടായിരിക്കും. കാര്യങ്ങളൊക്കെ നമ്മളെ മാനസികമായിട്ട് തളർത്തും. അപ്പം നമുക്കൊരു ചെറിയ മോട്ടിവേഷൻ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രയോജനമാകും. കാരണം നമുക്കൊന്നുകൂടെ ഒരു ബൂസ്റ്റ് ആവും. ഞാൻ ഈ പറയുന്നില്ല എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നതിന്റെ കാര്യം ഇതാണ്. എനിക്ക് ലൈക്കൊക്കെ കാണുമ്പോൾ ഒരു 500-1000 ലൈക്കൊക്കെ എത്തുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ്, നാളെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടും ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എനിക്ക് ഇന്നലെ 50,000 ഫോളോവേഴ്സ് ആയി. എനിക്കൊന്നൊരു 2 ഡേയ്സിൽ എനിക്ക് 2000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. ഞാനൊരു 4-5 ഡേയ്സ് ഒന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2000 ഫോളോവേഴ്സ് വന്നു. മനസ്സിലായി? അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നേനെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു മടി കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ തഴഞ്ഞിട്ടത് കൊണ്ട് എനിക്ക് ഇന്ന് 50,000 ഫോളോവേഴ്സ്. 50,000 കുറവാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനൊക്കെ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ അത് നേരത്തെ തുടങ്ങണമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്തോളൂ. നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ ഇരുന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഏത് ടൈപ്പ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ രക്ഷപ്പെടാനായിട്ട് പറ്റും? ഈ ഒരു ചോദ്യം മിക്ക ആളുകൾക്കും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ടീച്ചിങ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അതിലും നല്ല റീച്ച് ഉണ്ടാക്കാം. ട്രെൻഡിങ് ടോപ്പിക്സ് എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാം. ന്യൂസ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോസിന് നല്ല ഒരു സാധ്യതയുള്ള മേഖലയാണ് യൂട്യൂബ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സും നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ളവരാണ്. നല്ല രീതിയിൽ അവരുടെ ചാനൽ ഗ്രോ ചെയ്ത് പോയിട്ടുണ്ട്. ഈ 1 വർഷം 2 വർഷത്തിനുള്ളിൽ നടന്ന സംഭവമാണ്. അപ്പം റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു നല്ല സാധ്യതയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ തോന്നുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ തോന്നുന്ന വ്യക്തിയാണെങ്കിൽ, അതിനെ അനുകൂലിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് 4 വാക്ക് പറയണമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ പൈറ്റി നോക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സംഭവം നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. സ്റ്റേജ് പ്രോഗ്രാംസോ, ഇന്റർവ്യൂസോ, സോങ്സോ, കോമഡിയോ, അങ്ങനെ സിനിമയോ, എല്ലാത്തിനും റിയാക്ട് ചെയ്യാനായിട്ട് വരും. എല്ലാത്തിനും റിയാക്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പല ആളുകളും അരിമേടിച്ച് പോകുന്നത് നമുക്കറിയാം. അപ്പൊ ആ ഒരു മേഖല ഇവിടെ തുറന്നു കിടപ്പുണ്ട്. പലരും ആ കഴിവുള്ളവരും ഉണ്ട്, അവരത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അത്ര മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് അവരുടെ ഒരു കഴിവാണ്. ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം ട്രോൾ വീഡിയോസ് ഇട്ടോ അല്ലെങ്കിൽ എന്ത് സംഭവം ചെയ്തിട്ടോ അവർ ആ ഒരു മേഖലയിൽ ഗ്രോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. ഒന്നിനെ കുറച്ച് കാണേണ്ട കാര്യം. റിയാക്ഷൻ ആയിക്കോട്ടെ, ട്രോൾ ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, സിനിമ, എന്ത് സംഭവമാണെങ്കിലും അവരവിടെ വളരുന്നുണ്ടോ അത് അവരുടെ കഴിവ് തന്നെയാണ്. അത് ഏത് രീതിയിലാണ്, ഏത് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സൈഡിലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ട് വളരുന്നതും നല്ല രീതിയിൽ വളരുന്നതും രണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്കൊരു കാര്യത്തെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കാൻ വേണം. അപ്പോൾ അതിനുള്ളൊരു സാധ്യത ആണ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു വെക്കുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ധൃതി പിടിക്കുകയോ വെപ്രാളപ്പെടുകയോ ചെയ്യാതെ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റ്
കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും പെയ്ഡ് വ്യൂസ് പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള പരിപാടിക്ക് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച് വരയായിട്ട് മാറും. കാരണം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടി ചെയ്യാതെ ജെനുവിൻ ആയിട്ട് തന്നെ നിങ്ങൾ നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനലിനെ ബൂസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഈ ഒരു ചാനലിലൂടെ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. യൂട്യൂബ് വീഡിയോകളായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കുക. ഒരുപാട് ക്രിയേറ്റേഴ്സ്, മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ് ഒക്കെ നമ്മളോട് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അതിന്റെ മറുപടിയും മേടിച്ച് അവർ ഹാപ്പി ആയിട്ട് പോകും. പക്ഷേ അവരൊന്നും എന്നെ ഫോളോ ചെയ്യാതാണ് വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാത്ത ആരും വന്നാലും ഇനി എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഞാൻ എന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മളിത് ഫോളോ ചെയ്യാൻ പോലുള്ള മനസ്സില്ലാതെ വന്നിട്ട് നമ്മളോട് ചോദിച്ച് സാറിന് ഈ ഒരു കാര്യം ചോദിച്ചൊരു ഒരു സൊല്യൂഷനുമായിട്ട് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും അവിടെ പൈസ മേടിക്കും. ആരും ഫ്രീ ആയിട്ടൊരു സർവീസ് ചെയ്ത് കൊടുക്കത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫ്രീ സർവീസ് കൊടുക്കുന്നത്. അത് മെയിലിലൂടെ വന്നാലും മെയിൽ അയച്ച് സംശയം ചോദിച്ചാലും യൂട്യൂബിൽ സംശയം ചോദിച്ചാലും ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാലും എല്ലായിടത്തും ഫ്രീ ആണ് എൻ്റെ കേസിൽ. അപ്പോൾ അതൊരു പരിധി വരെ എനിക്കൊരു നഷ്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഫോളോ ചെയ്യുക, അതിനുശേഷം മെസ്സേജ് അയക്കുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരും. കാരണം ഇൻസ്റ്റയിൽ എനിക്ക് അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഒരു ദിവസം തന്നെ 10ഉം 50ഉം പുതിയ ഐഡിയകളിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മാത്രമേ എനിക്ക് സമയം ഉണ്ടാകുള്ളൂ. അപ്പം മെയിനായിട്ട് അവരുടെ സംശയം എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് സോൾവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ ഡയറക്റ്റ് എഴുതി ആണ് മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വായിച്ചതിന് ശേഷം അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 2025 എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യൂട്യൂബ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം സക്സസ് ആകുകയാണെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കിവിടെ പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്യുന്നു. അപ്പം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഗുണങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും. ഇപ്പോൾ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിച്ച് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ എഡിറ്റിംഗ് പഠിക്കും. അതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ സ്കിൽ ഡെവലപ്പ് ആവും. ഇതെല്ലാം അറിയാതെ തന്നെ നമുക്കുണ്ടാകുന്ന കുറേ പ്രയോജനങ്ങളാണ്. അപ്പോൾ ഈ പൈസ മാത്രമല്ല, ഇവിടെ ഈ ഉണ്ടാകുന്ന എഡിറ്റിംഗ് സ്കില്ല്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അതേപോലെ നമ്മൾ കുറേ കാര്യങ്ങളെ കുറിച്ച് പഠിക്കും, അറിവ് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൂടെ ഇതിന്റെ പിറകിലുണ്ട്. മനസ്സിലായി? അപ്പം പൈസ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ആകുന്നതിലൂടെ കിട്ടുന്നത്. അപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ എടുത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ മറക്കാവുന്ന ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.